സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്. ലാ തഖൂനുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്. വതഖൂനു റസൂല, അല്ലാഹുവിന്റെ റസൂലിനെ, വതഖൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്തുകൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോട് വഞ്ചന കാണിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ തന്നെ നിങ്ങൾ അതിനെയൊക്കെ വഞ്ചിക്കരുത്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്നത്തുൻ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാകും. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിൻ്റെ അടുക്കലാണ് വലിയ പ്രതിഫലമുള്ളത് എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. ഈ ആയത്ത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു വച്ചത് വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്നത്തുൻ, അറിയണം, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും ഫിത്നയാണ്. ഫിത്നയാണ് എന്ന് പറഞ്ഞതിനർത്ഥം വലിയ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങൾ മക്കളിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ ഇല്ലാതാകാൻ ആവശ്യമായിട്ടുള്ളത് എന്താണ് എന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. ശരിയായ ഇസ്ലാമിക പരിചരണത്തിലൂടെ ശരിയായ രക്ഷകർത്തൃ ബന്ധവും സ്വഭാവവും നിലനിർത്തിയിട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങൾ, അവർ നമുക്ക് അപകടകരമായ ഒരവസ്ഥയിലല്ല വളരുന്നത്, മറിച്ച് അവരൊക്കെയും നമുക്ക് വലിയ സമ്പത്താണ്. അത് ഭൂമിയിലും സമ്പത്താണ്, നാളെ പാരത്രിക ലോകത്തും സമ്പത്താണ്. അതേസമയം ആ രീതിയിലല്ലാതെ വളർത്തപ്പെടുമ്പോൾ, സാംസ്കാരികമായ ഒരു നന്മ അവന് ചെയ്തു കൊടുക്കപ്പെടാത്ത രീതിയിൽ വളരുമ്പോൾ, അവർ ഭൂമിയിലും വലിയ പ്രശ്നമാണ്, നാളെ ആഖിറത്തിലും പ്രശ്നമാണ്. ആഖിറത്തിൽ അവരിങ്ങനെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, റബ്ബനാ അരിനൽ ലദീന അദല്ലനാ മിനൽ ജിന്നി വൽ ഇൻസ്, പടച്ചവനെ, ഭൂമിയിൽ ഞങ്ങളെ പിഴപ്പിച്ചവരിൽ രണ്ടു വിഭാഗം ആളുകൾ, അത് ജിന്നുകളിലെയും അതുപോലെ തന്നെ മനുഷ്യരിലെയും രണ്ടു വിഭാഗം ആളുകൾ, അവരെ നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. എന്തിനാ കാണിച്ചു തരേണ്ടത്? നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, അവർ ഞങ്ങളുടെ കാലിൻ്റെ കീഴിൽ കിടക്കണം. ലിയകൂന മിനൽ അസ്ഫലീൻ, അവരങ്ങനെ താഴെ കിടക്കട്ടെ, ഞങ്ങൾ അവരുടെ മുകളിലൊന്ന് കയറി നിൽക്കാനാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ തന്നെയും അത്തരമൊരു വലിയ അപകടകരമായൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത്. ലിയകൂന മിനൽ അസ്ഫലീൻ, അവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്. ഞങ്ങളെ സാംസ്കാരികമായി ഉണർത്തുകയോ സാംസ്കാരികമായി നന്നാക്കുകയോ ചെയ്യാതെ ആ രീതിയിൽ ഞങ്ങൾക്ക് അപകടകരമായൊരു സാഹചര്യം രണ്ടു ലോകത്തും തന്നത് അവരാണ്. അതുകൊണ്ട് അവരെ ആ രീതിയിൽ തന്നെ തിരിച്ചു ഞങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്ന് അള്ളാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെല്ലാം മുന്നിൽ വച്ചുകൊണ്ടാണ് ഖുർആൻ ഇത് പറയുന്നത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്നത്തുൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഫിത്നയാണ്. നല്ല രീതിയിൽ വളർത്തപ്പെട്ടാൽ നല്ല രീതിയും അതിനനുസൃതമായിട്ടുള്ള ഒരുപാട് നന്മകളും ആഖിറത്തിലുണ്ടാവും. പുണ്യനബി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല മക്കൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഇസ്ലാമിക സംസ്കാരം നിലനിർത്തുകയും ഇസ്ലാമിക വിദ്യാഭ്യാസ രീതികളിലെല്ലാം അതേ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരം നിലനിർത്തുകയും ചെയ്ത മക്കൾ, അവരുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാരത്രിക ലോകത്ത് ചെയ്യുന്ന വലിയ നന്മയെക്കുറിച്ച് പറയുന്നിടത്ത് അവർക്ക് ഉടയാടകൾ അണിയിക്കപ്പെടുകയും അവരെ വലിയ അർത്ഥത്തിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കായി ഒരു കിരീടം അണിയിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യവും ഇങ്ങനെയാണ്, ബിമാ കുസീന, എന്തിനാണ് ഞങ്ങൾക്കിത് അണിയിക്കപ്പെട്ടത് എന്ന ചോദ്യം ചോദിക്കപ്പെടും. അപ്പോൾ നൽകപ്പെടുന്ന ഉത്തരവും ഇതാണ്, ബി അഖ്ദി വലദിക്കുമാ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ, മാതാപിതാക്കളോടാണ്, നിങ്ങളുടെ മക്കൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഖുർആൻ അനുസൃതമായി ജീവിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ പ്രത്യേകം ആദരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയും എന്ന് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മാതാപിതാക്കളുടെ ഒരു വലിയ ഉത്തരവാദിത്വം എന്ന അർത്ഥത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഖുർആനും തന്നെ പഠിപ്പിച്ചു തരുന്നതും അങ്ങനെയാണ്. മാതാപിതാക്കൾ എന്ന് പറയുന്നവർ മക്കൾ എന്നത് വലിയ ഉത്തരവാദിത്തമായി കാണണം. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, കുഞ്ഞുമക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ്. വസ്സബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി. കുട്ടി ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മുമ്പിൽ ഒരു വലിയ അമാനത്താണ്, ഒരു ഉത്തരവാദിത്തമാണ്. എങ്ങനെ അവനെ വളർത്തണമെന്ന്, എങ്ങനെ അവനെ സംസ്കാര സമ്പന്നനാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി ആലോചിക്കണം. അത് ഒരു പിതാവിൻ്റെ നിയ്യത്താകുമ്പോൾ, ഒരു മാതാവിൻ്റെ നിയ്യത്താകുമ്പോൾ, മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥനയാകുമ്പോൾ തീർച്ചയായും ആ കുഞ്ഞു വളരുന്നത് അതേ ലക്ഷ്യത്തിലാകും. അങ്ങനെയും എത്രയോ ഉദാഹരണങ്ങളും കാണാനാവും. മഹാനായ സുൽത്താനുൽ അയ്യൂബി റഹ്മഹുല്ലാ തങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ ഇങ്ങനെ വല്ലാതെ ആഗ്രഹിക്കുമായിരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ പലസ്തീനിലെ ബൈത്തുൽ മഖ്ദസ് കുരിശുയോദ്ധാക്കളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ ഞാൻ അതിനായി നേർച്ചയാക്കുമായിരുന്നു എന്ന് പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി തന്നെ അങ്ങനെ പറഞ്ഞു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആ അയ്യൂബി ഡൈനാസ്റ്റിയിൽ, അതായത് അയ്യൂബി വംശാവലിയിൽ മാനവ ചരിത്രത്തിന് ലഭിച്ചിട്ടുള്ള, മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ധീരനായ യോദ്ധാവായിരുന്നു മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാ. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെയാണ് കുരിശു യോദ്ധാക്കളിൽ നിന്ന് പരിശുദ്ധ ബൈത്തുൽ മഖ്ദസിൻ്റെ മോചനമുണ്ടായത് എന്നത് നാം ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഒരു പിതാവിൻ്റെ പ്രാർത്ഥന, ഒരു മാതാവിൻ്റെ പ്രാർത്ഥന, അള്ളാഹുവേ എൻ്റെ മകനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കേണ്ടതുണ്ട് എന്ന പ്രാർത്ഥനയും അതിനാവശ്യമാകുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകളും, അത് ചരിത്രത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു കാലത്തെയും ചരിത്രത്തിൽ മറക്കാനാവാത്ത വിധമുള്ള ഒരു അവിസ്മരണീയമായ മുഹൂർത്തമുണ്ടാക്കിയെടുത്ത ഒരു മകനായി ആ മകൻ മാറുന്നു. അതുകൊണ്ടാണ് ആ തരത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ചിന്തകൾ എപ്പോഴെങ്കിലും വന്നാൽ പോരാ. സാധാരണ പലരും പറയാറുള്ളത് എല്ലാം കഴിഞ്ഞിട്ടാണ്. ഈ അടക്ക എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മടിയിൽ വെക്കാവുന്നതാണ്, പക്ഷേ അടക്കാമരം മടിയിൽ വെക്കാൻ പറ്റില്ല എന്ന പോലെയാണ് അതിൻ്റെ ബീജം എന്നത് തുടങ്ങുന്ന സമയത്തിൻ്റെ സാംസ്കാരികമായി അതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിക്കേണ്ട സമയത്ത് അതൊന്നും ചിന്തിക്കാറില്ല. എല്ലാം കഴിഞ്ഞ് വളർന്നു വലുതായി മകൻ വാപ്പയോളമോ അതിനേക്കാൾ അപ്പുറത്തൊക്കെ വളർന്നതിന് ശേഷം പലരും പരിഭവം പറയാൻ തുടങ്ങും. അപ്പോഴാണ് പരിഭവം പറഞ്ഞ് പലരും വരാറുള്ളത്, ഉസ്താദെ ദ്വാരക്കണം. സാധാരണ ഞാനിങ്ങനെ പറയാറുണ്ട്, അതായത് എറണാകുളത്തേക്ക് കയറിപ്പോകാനുള്ള ബസ്സിൽ കയറിയിട്ട് പിന്നെ കോഴിക്കോട്ടേക്ക് പോകണമെന്ന് ദ്വാരുന്നതിന് എന്താ അർത്ഥമുള്ളത്? പോകേണ്ട ലക്ഷ്യം നിശ്ചയിക്കേണ്ടത് ആരായിരുന്നു? യാത്രക്കാരനാണ്. യാത്രക്കാരൻ അങ്ങനെ ഒരു പോകേണ്ട ലക്ഷ്യം നിശ്ചയിക്കാതെ എങ്ങനെയോ കയറിപ്പോകുന്ന ഒരവസ്ഥ മാത്രമുണ്ടാവുകയും പിന്നെ അതിനുശേഷം പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നതിൽ എന്തർത്ഥം? അതുകൊണ്ടാണ് ഞാൻ സുൽത്താനുൽ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ജീവചരിത്രം ഞാൻ പറയാൻ കാരണം. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ മാതാവിനെ വിവാഹം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും എൻ്റെ ദാമ്പത്യത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അത് ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദസ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി മോചിപ്പിക്കാൻ കഴിയുന്ന തരത്തിലൊരു കുഞ്ഞിൻ്റെ പിറവിയാണ് എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് നാം പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അത്തരത്തിലൊരു ചിന്തയുണ്ടാകുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപദേശിച്ച ഉപദേശങ്ങളെക്കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആൻ എത്ര വട്ടം പറഞ്ഞു. അതിലെ പ്രധാനമാണല്ലോ സൂറത്തുൽ ലുഖ്മാൻ. മഹാനായ ലുഖ്മാൻ റഹിമഹുല്ലാ, ലുഖ്മാൻ അൽ ഹക്കീം എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. വലിയ താത്വികമായി കാര്യങ്ങളെ പറയാൻ കഴിയുന്നൊരു തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുന്നുണ്ട്. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു എന്ന് തുടങ്ങുന്ന ആയത്ത്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറയാൻ, വഹുവ യഇലുഹു, മോനെ ഉപദേശിക്കാൻ, യാ ബുനയ്യ എന്ന് വിളിച്ചിട്ടാണ്. യാ ബുനയ്യ എന്ന് വിളിക്കുന്നു തന്നെ അതിൻ്റെ ഒരു മനോഹാരിതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പൊന്നുമോനെ എന്നാണ് വിളിക്കുന്നത്.
ഇവിടെ രസകരമായൊരു ഹദീസ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാനാവും. ചില ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ വീട്ടിൽ ചെന്നാൽ വീട്ടിലെ പെണ്ണും വീട്ടിലെ ആളുകളുമൊക്കെ ഓടിപ്പോകും. അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, ഷർറുന്നാസി ലയ്യിഖു അലാ അഹ്ലിഹി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ എന്ന് പറയുന്നത് അല്ലയ്യിഖു അലാ അഹ്ലിഹി, കുടുംബത്തോട് വല്ലാത്തൊരു സങ്കുചിത ഭാവം കാണിക്കുന്നയാളാണ്. അയാൾ എപ്പോഴും വീട്ടിലേക്ക് ചെന്നാൽ, റസൂലുള്ളാഹി പറയാൻ, അയാൾ ചെന്നാൽ എന്താണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഫഖാലു യാ റസൂലല്ലാഹ് വകൈഫ യകൂനു ലയ്യിഖൻ അലാ അഹ്ലിഹി, ആരാണ് അങ്ങനെ ഒരു സങ്കുചിതമായ സ്വഭാവം കുടുംബത്തോട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതങ്ങനെ ചെയ്യാൻ കഴിയുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റജുലു ഇദാ ദഖല ബൈതഹു ഖശിഅതു ഇംറഅതുഹു, ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ ഭാര്യ കടന്ന് പിടച്ചിങ്ങനെ വിറച്ച് നിൽക്കുന്നത് കാണാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും അയാൾ കയറി ചെല്ലുക. അയാൾ വല്ലാത്ത ദേഷ്യത്തിലും ആ രൂപത്തിലുള്ള ഭാവത്തിലുമാവും. അതുകൊണ്ട് ആ പുണ്യനബി പറഞ്ഞു, ഖശിഅത്ത് ഇംറഅതുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അതിൻ്റെ പേടി, ശ്വാസം നേരെ വീഴുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഭർത്താവ് കടന്നു വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ. എന്നു മാത്രമല്ല, വ ഫറ അബ്ദുഹു, വേലക്കാരൊക്കെ പേടിച്ചൊളിക്കുന്നു. വ ഹറുബ വലതുഹു, മക്കൾ അതോടുകൂടെ അയാളെ കാണാതെ ഏതെങ്കിലും പൊത്തിൽ പോയി ഒളിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ മാതാപിതാക്കളെ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു അവസ്ഥയാണോ ഉണ്ടാവുന്നത്, അതോ മക്കൾ ഓടി വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവൾ ഓടി വന്ന് തൻ്റെ പ്രിയതമനിൽ നിന്നൊരു അസ്സലാമു അലൈക്കും കേൾക്കാനുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ ചിരിച്ചു വരുന്നുണ്ടോ? അങ്ങനെ വരാൻ കഴിയുന്നൊരു അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ? ആ കുടുംബാന്തരീക്ഷം പ്രധാനമാണെന്ന് പറയുന്നിടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരാണ് ലയ്യിഖ്, ആരാണ് ഷർറുന്നാസ്, ആരാണ് വലിയ അപകടകാരിയായ മനുഷ്യൻ? അപ്പോഴേ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി അല്ലയ്യിഖു അലാ അഹ്ലിഹി, കുടുംബത്തോട് അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നയാൾ, യാതൊരു തരത്തിലും കുടുംബത്തോട് മമത കാണിക്കാത്തയാൾ. ഭാര്യ വന്നൊരു കാര്യം പറയണമെങ്കിൽ ഒരുപാട് വട്ടം ആലോചിക്കേണ്ടി വരും. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരുപാട് നേർച്ചയാക്കേണ്ടി വരും. ഭർത്താവിനോടാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുന്നൊരവസ്ഥയിലുള്ള ഭർത്താക്കന്മാരുണ്ടാവുക, അത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുക. അപ്പോഴോ മക്കൾക്ക് സ്വന്തമായി വാപ്പയോട് പറയാൻ കഴിയാത്ത വിധം, മനസ്സു തുറക്കാൻ കഴിയാത്ത വിധം ഭീകരമുഖമായി ഒരു വാപ്പ നിൽക്കുക. ആ വാപ്പയെക്കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഷർറുന്നാസ് എന്ന്. അത് വലിയ അപകടകാരിയാണ്. അങ്ങനെ അല്ലാത്തൊരു വാപ്പയെക്കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വയം കാണിച്ചു തന്നിട്ടുണ്ട്. നബി തിരുമേനി തൻ്റെ മക്കളെ ചുംബിക്കുകയും പ്രത്യേകിച്ചും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ചുംബിക്കുകയും അവരെ എടുത്ത് ലാളിക്കുകയും അവരെ പ്രത്യേകം കളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാനാവും. അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോളം നബി സ്നേഹിച്ച അങ്ങനെ ഒരു മകളും ലോക ചരിത്രത്തിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ സ്നേഹിച്ചു. ആ മകളോടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ, ഞാൻ പറയുന്ന ഈ വസിയ്യത്തുകൾ സ്വീകരിക്കണം, ഈ ഉപദേശങ്ങൾ കേൾക്കണം. എൻ്റെ ഉപദേശങ്ങൾ നിന്നോട് പറഞ്ഞതെല്ലാം ഒക്കെയും അത് പൂർണ്ണമായും അള്ളാഹുവിനെ വഴിപ്പെടാനും പടച്ച തമ്പുരാൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുമാണ്. അത് പറഞ്ഞിട്ടാണ് ആ മകളെ വളർത്തിയത്. ചിലപ്പോഴൊക്കെ ആ മകളുടെ അടുക്കലേക്ക് പോയ സന്ദർഭങ്ങൾ പോലും നമുക്കൊക്കെ വല്ലാത്ത കഥനമുണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ മകളുടെ വീട്ടിലേക്ക് പോകാൻ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുമ്പോൾ അങ്ങനെ അനുവാദം ചോദിക്കേണ്ടതില്ല. പക്ഷെ ഒരു വാപ്പക്കും അതിൻ്റെ ഒരു മര്യാദയുണ്ട്. വാപ്പ അനുവാദം ചോദിച്ചു, മോളെ, ഞാൻ നിൻ്റെ റൂമിലേക്ക് വരാൻ. അങ്ങനെ ചോദിക്കണം, അങ്ങനൊരു മര്യാദയും നമ്മൾ പഠിക്കണം. അപ്പോൾ ആ മകൾ പറഞ്ഞു, വാപ്പ, മറ്റൊരാളും കൂടി അങ്ങയുടെ കൂടെയുണ്ടെന്നറിയുന്നു, അതുകൊണ്ട് അങ്ങ് അങ്ങനെ തന്നെ വേഗം എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരരുത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പൂർണ്ണമായും മറച്ചു നിൽക്കാൻ കഴിയുന്ന വസ്ത്രം ഇപ്പോൾ എനിക്ക് ലഭ്യമല്ല. ആര് പറയുന്നു കൂടി ആലോചിക്കണം. മദീനയുടെ പ്രിയപ്പെട്ട ഭരണാധികാരി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ കരളിൻ്റെ കഷ്ണമായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. ആ മകൾക്കായി തൻ്റെ ഉത്തരീയം എടുത്തെറിഞ്ഞു കൊടുത്തിട്ട് വാതിലിനപ്പുറത്ത് നിൽക്കുന്ന മകൾ അത് സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്യുമ്പോൾ ആ മകളെ കാണുമ്പോൾ ഈ വാപ്പ ചോദിക്കുന്ന ചോദ്യവും അതൊക്കെ തന്നെയാണ്, മോളെ, എന്തൊക്കെ വിശേഷം പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയുമ്പോൾ വാപ്പയും തൻ്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കാണിച്ചിട്ട് പറഞ്ഞു,
3-4 ദിവസമായിട്ട് ഈ വാപ്പയും ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ നിന്നോടൊറ്റ കാര്യം പറയാം, നീ അള്ളാഹുവിൻ്റെ ദീനനുസൃതമായി ജീവിച്ച് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ആ സംസ്കാരവുമായി മുന്നോട്ട് പോയി മരിച്ചാൽ നീ സ്വർഗത്തിലെ മഹിളാമണികളുടെ നേതാവായിരിക്കുമെന്ന് ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു മോളെ എന്ന് പറഞ്ഞിട്ട് മകളെ ആശ്ലേഷിച്ചു കരയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ സ്നേഹത്തിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളോടുണ്ടായിരുന്ന അങ്ങനെ ഒരു വല്ലാത്ത സ്നേഹബന്ധം. സുജൂദിൽ കിടക്കുമ്പോൾ മക്കൾ വന്ന് ഈ ഉപ്പാപ്പയുടെ മുകളിൽ കയറിയിരിക്കുമായിരുന്നു എന്നാണല്ലോ. അപ്പോൾ സുജൂദ് കുറേ കൂടി പിന്തിപ്പിക്കും. പതുക്കെ ആ മക്കളെ എടുത്ത് ഭൂമിയിൽ വച്ചതിനു ശേഷം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും. റുക്കൂഴിലും സുജൂദിലുമൊക്കെ വാപ്പ പോകുമ്പോൾ മക്കളെങ്ങാനും അടുത്തു ചെന്നു നിന്നാൽ ഭാര്യയുടെ പല്ല് പോകുന്നൊരവസ്ഥയായിരുന്നില്ല മുഹമ്മദ് മുസ്തഫയുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നീ കണ്ടില്ലേ ഞാൻ നിസ്കരിക്കുന്നതാണ്, നീ എന്തേ ഈ മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നൊന്നും പറഞ്ഞായിരുന്നില്ല. മറിച്ച് ആ മക്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് കയറിയിരിക്കും. ഹസനും ഹുസൈനും, അതായത് ഫാത്തിമയുടെ മക്കൾ റളിയല്ലാഹു തആല അൻഹ, അവർ രണ്ടുപേരും ചെയ്യാറുണ്ടായിരുന്ന പരിപാടി ഇതുപോലെ വാഹനം പോലെ ഇങ്ങനെ ഓടിക്കുമായിരുന്നു. ആനയെ കയറി ആനയുടെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെ അങ്ങനെ ഓടിക്കുമായിരുന്നു. അപ്പോഴൊക്കെ റസൂൽ അതിനനുസൃതമായി ആ മക്കളെ കളിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഷർറുന്നാസ്, ആരാണ് ഏറ്റവും കുഴപ്പക്കാരൻ? അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലയ്യിഖു അലാ അഹ്ലിഹി, സ്വന്തം കുടുംബത്തിൻ്റെ അടുക്കൽ ഒരു തരത്തിലുള്ള തുറന്ന മനസ്സും കാണിക്കാത്ത കടുത്ത മനസ്സു കാണിക്കുന്ന കഠിന മനസ്കനായിട്ടുള്ള ഒരു ഗ്രഹനാഥനാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അവിടെ പിതാവ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായി മാറരുത്. അവിടെ ഗ്രഹനാഥൻ വരുന്നു എന്നറിയുമ്പോഴേക്കും ഭാര്യ വേർത്ത് വെട്ടി ഒലിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അതുണ്ടാകാതിരിക്കണം എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാ തങ്ങൾ പറഞ്ഞത്, ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനത്താകണം. വഖൽബുഹു താഹിർ ജൗഹറത്തുൻ നഫീസത്തുൻ സാദിജത്തുൻ, അവൻ്റെ ഹൃദയം ശുദ്ധ ഹൃദയം, അതൊരു രത്നം പോലെ സുന്ദരാണ്, രത്നം പോലെ സുന്ദരാണ്. നിഷ്കളങ്കമായ ഒരു ഹൃദയമാണത്, അതൊരു രത്നം പോലെ സുന്ദരാണ്. ഖാലിയത്തും മിൻ കുല്ലി നഖ്ശിൻ വസൂറത്തിൻ, ഒരു ചിത്രമില്ല അതിൽ, ഒരു തരത്തിലുള്ള പാപചിന്തയും ഇല്ലാത്ത വിധം ശുദ്ധമായൊരു ഹൃദയവുമായി നിങ്ങൾക്ക് തന്നതാണ് ആ കുഞ്ഞിനെ. അള്ളാഹു തന്ന നമുക്ക് തന്നതാണ് ആ കുഞ്ഞിനെ. ദുർരിയത്തുൻ തയ്യിബ, മഹാനായ സയ്യിദുന സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനയാണ്, റബ്ബി ഹബിലി ദുർരിയത്തൻ തയ്യിബത്തൻ, പടച്ചവനെ ശുദ്ധമായ നിഷ്കളങ്കമായ കണ്ടാൽ കണ്ണിന് ആനന്ദം തോന്നുന്ന ആ കുഞ്ഞിനെ എനിക്ക് തരണം. ആ പ്രാർത്ഥന മുഅ്മിനീങ്ങളെ നമ്മളോട് പറഞ്ഞ പ്രാർത്ഥനയാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്തൊരു പ്രാർത്ഥനയാണ്! അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നാം. അല്ലാഹുവേ, എൻ്റെ കണ്ണിന് കുളിരാകും വിധം എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ പ്രിയതമയെ, അവരെല്ലാം എൻ്റെ കണ്ണിന് കുളിരാകും വിധമാക്കണം. മാത്രവുമല്ല, അങ്ങനെ പറഞ്ഞാൽ മാത്രം തീരുന്നില്ല, അതിൽ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, എന്നെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണം. എന്താ ഈ മുത്തഖീങ്ങളുടെ ഇമാമ്? പള്ളിയിലെ ഇമാമിനെ കുറിച്ചല്ല, മറിച്ച് മുത്തഖീങ്ങളായ ആളുകൾ, സംസ്കൃത ചിത്തരായ ആളുകൾ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യർ. ആ നല്ല മനുഷ്യർക്കും എന്നെ നോക്കിയിട്ടൊരു മാതൃക കാണാൻ സാധിക്കണം. എന്നിലൊരു മാതൃകയുണ്ടാകണം, വാപ്പയിലൊരു മാതൃകയുണ്ടാകണം ഒരു കുട്ടിക്ക്. അങ്ങനെ വരുമ്പോഴാണ് ആ കുഞ്ഞിന് വാപ്പൊരഭിമാനമായി മാറുന്നത്, പിതാവ് അഭിമാനമായി മാറുന്നത്. പിതാവ് അഭിമാനമായി മാറുകയും പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന്, അതിൻ്റെ സാരാംശത്തിൽ നിന്ന് ജീവിതത്തെ സ്വരൂപിക്കുകയും ചെയ്യുന്ന ഒരു മകനുണ്ടാവുക എന്നതിനേക്കാൾ വലിയ അഭിമാനം എന്താണ്? അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മഹുല്ലാ തങ്ങൾ പറഞ്ഞു വച്ചത്, എല്ലാം ഒരു ചിത്രവുമില്ലാത്ത സുന്ദരമായ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഹൃദയസ്ഫടികം, സ്ഫടിക തുല്യമായി നിൽക്കുന്നൊരു ഹൃദയം, ആ ഹൃദയമാണ് ആ കുഞ്ഞിനുള്ളത്. എന്നാൽ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് എന്തും സ്വീകരിക്കാം. വഹുവ ഖാബിലുൽ ലികുല്ലി മാ യുനഖശു അലൈ, അവനായി കൊത്തിവെക്കപ്പെടുന്ന എന്തും അവൻ സ്വീകരിക്കും. ഏതാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ കുഞ്ഞിന് എന്താണ് കൊടുക്കേണ്ടത്? ആ കുഞ്ഞിൻ്റെ സംസ്കാരത്തിലേക്ക് എന്തു ബോധമാണ്, ഏതു ബോധത്തെയാണ് അവനിൽ ഉദ്ദീപിപ്പിക്കേണ്ടത് എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നു, അതേ ആ കുഞ്ഞിന് നല്ല ജ്ഞാനം, നല്ല നന്മയുള്ളത് പഠിപ്പിച്ചു കൊടുത്താൽ, വഖാബിലുൻ ഇലാ മാ യുമാലു ഇലൈഹി
യുമാലു ബിഹി ഇലൈഹി, എന്താണോ എന്തിലേക്കാണോ അവനെ ചായ്ക്കപ്പെടുന്നത്, എന്തിലേക്കാണോ അവനെ വലിച്ചു കൊണ്ടുപോകപ്പെടുന്നത്, അതിലേക്ക് അവൻ ചായും, അതിനെ അവൻ സ്വീകരിക്കും. അതുകൊണ്ട് ഫൈൻ ഉബ്ബിദൽ ഖൈറ, അവന് നന്മയെങ്ങാനും അവന് പരിചരിപ്പിക്കപ്പെട്ടാൽ, അവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നന്മ പഠിപ്പിക്കപ്പെട്ടാൽ, വ ഉല്ലിമഹു, അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്താൽ. രണ്ട് വർത്തമാനമാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. ഒന്ന് ഉവ്വിദ, തഅവീദ് എന്നാണ്. അത് നമ്മുടെ പതിവിൻ്റെ ഭാഗമാണ്. വാപ്പ നമസ്കരിക്കുന്നു, കുഞ്ഞു നമസ്കരിക്കുന്നു. വാപ്പ നോമ്പ് നോക്കുന്നു, കുട്ടി നോമ്പ് നോക്കുന്നു. വാപ്പ സദക്ക ചെയ്യുന്നു, കുട്ടി സദക്ക ചെയ്യാനുള്ളൊരു സംസ്കാരം പഠിക്കുന്നു. വാപ്പ മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം ഇടപെടുന്നു, കുട്ടി അതേ രീതിയിൽ തന്നെ വരുന്നു. വാപ്പ ചീത്ത വിളിക്കുന്നു, കുട്ടി ചീത്ത വിളിക്കുന്നു. വാപ്പ മറ്റുള്ളവരോട് ആക്രോശിക്കുന്നു, കുട്ടി അതുപോലെ തന്നെ ആക്രോശിച്ച് വളരുന്നു. വാപ്പ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു, കുഞ്ഞും അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നു. അങ്ങനെ രണ്ടും ഒരേ കുഞ്ഞിൽ തന്നെ ഉണ്ടാകുന്നു. ഒരേ സ്വഭാവം, വാപ്പയുടെ അതേ രീതികൾ അതേപോലെ തന്നെ കുഞ്ഞു സംശീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടി ഒരു ചൊല്ലുണ്ട്, ആ വാപ്പയുടെ രഹസ്യമാണ് യഥാർത്ഥത്തിലൊരു മകൻ. അൽ വലതു സിറു അബീ എന്നാണ്. വാപ്പയുടെ രഹസ്യമാണ്, വാപ്പയുടെ ജീവിതത്തിൻ്റെ അതേ സ്വാംശീകരണമാണ്, അതിൻ്റെ ഒരു ആവിഷ്കാരമാണ്. ആ ആവിഷ്കാരമായൊരു മകൻ എന്നതാണ്. അതുകൊണ്ടാണ് ഗസാലി ഇമാം പറയുന്നു, വ ഉവ്വിദഹു, അവനൊരു സംസ്കാരത്തെ അവനിൽ പതിവാക്കപ്പെട്ടാൽ, വ ഉല്ലിമഹു, അവനെ അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്താൽ, വ നശഅ അലൈഹി, അതിലായി അവൻ വളരുകയും ചെയ്താൽ, സഇദ ഫിദ്ദുനിയ വൽ ആഖിറ, അത് രണ്ടു ലോകത്തും അവൻ ജയിക്കാനുള്ള പ്രധാന കാരണമാണ് എന്നാണ് ഇമാം ഗസാലി റഹ്മഹുല്ലാ തങ്ങൾ. സഈദ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ജയിച്ചു, ആഖിറത്തിലും ജയിച്ചു. ദുനിയാവിൽ ജയിക്കുകയും ആഖിറത്തിൽ ജയിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവുക എന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? വശാറക്കഹു ഫീ സവാബിഹി അബവാഹു, അവൻ്റെ ഈ പ്രതിഫലത്തിൽ അവൻ്റെ മാതാപിതാക്കൾ കൂടി പങ്കാളിത്തം വഹിക്കുന്നു എന്നാണ്. അവൻ്റെ വലിയ തെറ്റൊക്കെ ചെയ്ത പിതാവ് നാളെ ആഖിറത്തിൽ വച്ച് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോൾ വലിയൊരു നന്മയുടെ കൂമ്പാരം അവൻ്റെ അടുക്കലേക്ക് വരുമെന്ന് പറഞ്ഞു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അയാൾ അത്ഭുതത്തോടെ ആലോചിക്കുമ്പോൾ പറയും, നിന്റെ മകൻ നിരന്തരം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഉള്ളടക്കമാണ് നിനക്ക് ലഭ്യമാകുന്നത് എന്ന് പറയും എന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു സന്ദർഭത്തിൽ അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ നബി തിരുമേനിയുടെ മുഖഭാവത്തിൻ്റെ മാറ്റം നോക്കി നിന്നു. എന്തോ ഒരു ഭീകരമായ കാഴ്ച കണ്ടതുപോലെ റസൂലുള്ളാഹി. കുറേ കഴിയുമ്പോൾ അതിനുശേഷമുണ്ടാകുന്ന മുഖഭാവത്തെ മാറ്റം വളരെ പ്രസാദാത്മകം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ചോദിച്ചു റളിയല്ലാഹു അൻഹ, എന്താ നബിയെ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്ത് ആദ്യം എന്തൊരു ഭീകരമായ കാഴ്ച കണ്ടതുപോലെയുള്ളൊരവസ്ഥ, പിന്നെ രണ്ടാമത് മറ്റൊരു തരത്തിൽ സന്തോഷകരമായ ഒരു കാഴ്ച കണ്ടതുപോലെ ഒരു അവസ്ഥയും. അപ്പോൾ അത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഞാൻ ആഖിറത്തിലെ ഒരു സന്ദർഭം നോക്കുകയായിരുന്നു. കാര്യമായി ഒരു നന്മയും ചെയ്യാൻ കഴിയാതെ പോയ ഒരു പിതാവിനെ, തിന്മ ചെയ്ത ഒരു പിതാവിനെ നരകത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുടെ ഭീകര ദൃശ്യത്തിൻ്റെ മുമ്പിലാണ് എൻ്റെ മുഖത്ത് അത്തരമൊരു ഭാവമാറ്റം ഉണ്ടായത്. പക്ഷേ അയാൾ വലിച്ചിഴച്ച് കൊണ്ടുപോകപ്പെടുന്ന നേരത്ത് അയാളുടെ ശരീരത്തിലേക്ക് ഓടി വന്നിങ്ങനെ കെട്ടിപ്പുണർന്നിട്ട് 3 പെൺകുട്ടികൾ, അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾക്ക് ജന്മം നൽകുകയും സംസ്കാരം നൽകുകയും ചെയ്ത പിതാവാണ്, നല്ലൊരു കുടുംബത്തിലേക്ക് ഞങ്ങളെ വിവാഹം ചെയ്തു വിട്ട പിതാവാണ്, ഞങ്ങൾക്ക് കരുണ ചെയ്ത പിതാവാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ വാപ്പക്ക് എല്ലാ തരത്തിലും നന്മ ചെയ്യണേ എന്ന് അവർ ആർത്തട്ടഹസിച്ച് വിളിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് അവരെ, ഈ പിതാവിനെ തിരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന രംഗം ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു രംഗത്തെക്കുറിച്ച് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ സൂറത്തുൽ കഹഫിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ആ അൽ ബാഖിയാത്തു സ്വാലിഹാത്തിന് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ തങ്ങൾ അർത്ഥം വച്ചത് അൽ ബനാത്തു സ്വാലിഹാത്ത് എന്നാണ്. സച്ചരിതരായ പെൺകുട്ടികൾ, സൽക്കർമ്മചാരികളായി ജീവിക്കുന്ന പെൺകുട്ടികൾ ഒരു പിതാവിൻ്റെ അനുഗ്രഹം മാത്രമല്ല, അയാൾ സ്വർഗത്തിലേക്ക് പോകാത്തൊരവസ്ഥയിൽ അയാളെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന, ആനയിക്കപ്പെടുന്ന വിധം അത്രമേൽ സന്തുഷ്ടമായൊരവസ്ഥ സംജാതമാകുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
അതാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ഒരു കുഞ്ഞിൻ്റെ സംസ്കാരത്തിൽ ആദ്യമായി ഇതെല്ലാം കൊടുക്കാൻ കഴിയണം. അതേസമയം അവനെ മോശമായൊരു തരത്തിൽ വളർത്തിയാലോ, അപ്പോൾ അതെല്ലാം അവനൊരു മൃഗം പോലെ വളരും. അവൻ ആ രീതിയിൽ വളർന്നു വന്ന് അവൻ സമൂഹത്തിനും എല്ലാത്തർക്കും കുഴപ്പമുണ്ടാകുന്നൊരവസ്ഥയുണ്ടാകും. വൈൻ ഒവിദ ഷർറ വ ഉഹ്മില ഹിമാലൽ ബഹായിം ഷഖിയ വ ഹലക്ക. അവന് ഈ തിന്മയാണ് പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ, തിന്മയുടെയും ആ തരത്തിലുള്ളൊരു സംസ്കാരത്തെയും അവന് ബോധ്യപ്പെടുത്തപ്പെടുന്നതെങ്കിൽ അവൻ ആ രീതിയിൽ വളരുകയും അവസാനം സമൂഹത്തിനും നാടിനും എല്ലാം ആപത്തായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വളരുകയും ചെയ്യും എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്ക് കാണാനാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ ലുഖ്മാൻ ഹക്കീം റഹിമഹുല്ലാഹി തങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പരിശുദ്ധ ഖുർആനിലെ നീണ്ട കുറേ ആയത്തുകൾ നമുക്ക് കാണാനാകും. മഹാനവകൾ പറയുന്നുണ്ട്, കുഞ്ഞെ നീ അള്ളാഹുവിനെ പങ്കാളികൾ വെക്കാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ആരാധിക്കുകയും അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, മഹാനവകൾ പറയാണ് അഖിമിസ് സ്വലാഹ് വ ഉമുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണത്. അഖിമിസ് സ്വലാ, മോനെ നിസ്കാരം നിലനിർത്തണം. വ ഉമുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. മാത്രവുമല്ല വസ്ബിർ അലാ മാ അസാബക്, വസ്ബിർ അലാ മാ അസാബക്, ജീവിതത്തിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയിൽ കാണാവുന്ന വൈതരണികളിൽ പ്രതിസന്ധികളിൽ കുലുങ്ങാത്തൊരു മനസ്സോടെ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ പിതാവിലൂടെ പഠിപ്പിച്ചു തരുന്നത്. വസ്ബിർ അലാ മാ അസാബക്. TV ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ നേരെ പോയി ആത്മഹത്യ ചെയ്യുന്ന പുതിയ തലമുറ, SSLCക്ക് പരാജയപ്പെട്ടു എന്ന് കണ്ടാൽ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്ന പുതിയ തലമുറ. വസ്ബിർ അലാ മാ അസാബക്. ജീവിതമെന്ന് പറയുന്ന പ്രതിസന്ധികളുടെ കുമ്പാരങ്ങൾക്കിടയിലൂടെ, ദുരിതപർവങ്ങൾക്കിടയിലൂടെ നിനക്ക് മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ ക്ഷമിക്കാനും ആത്മസംയമനം പാലിക്കാനും സാധിക്കണം എന്ന് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഒരു പിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു നല്ല വാപ്പ അങ്ങനെ തന്നെയാണ്. ആ പിതാവിൻ്റെ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഞാനത് വിസ്തൃതമായിട്ട് പറയുന്നത് സ്വാഭാവികമായും സമയത്തിൻ്റെ പരിമിതിയുടെ ഉള്ളിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാൻ എനിക്ക് പേടി തോന്നുന്നത്. എത്ര വലിയ ഉപദേശങ്ങളാണ് ആ കുഞ്ഞിനോട് ആ വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ നമസ്കരിക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ. ആളുകളോട് കിബ്ർ കാണിക്കരുത്, അഹങ്കാരം. ആളുകളെ കാണുമ്പോൾ മുഖം തിരിക്കരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ആളുകളുടെ മുമ്പിൽ മുഖം കൊട്ടിക്കാണിക്കരുതെന്ന് പറയാറില്ലേ, അതേ വർത്തമാനം. വിനയം കാണിക്കണേ മോനെ. വലാ തംശി ഫിൽ അർളി മറഹ. ഭൂമിയിൽ ഇങ്ങനെ അന്താളിച്ച് നടക്കരുത്. വഖ്സിദ് ഫി മഷീഖ് വഗ്ളുൽ മിൻ സൗതിക്. നിന്റെ ശബ്ദത്തിനൊക്കെ ഒരു മിതത്വം വേണം, നിന്റെ നടത്തത്തിനൊരു മിതത്വം വേണം. ഇന്ന അൻകറൽ അസ്വാതില സൗത്തുൽ ഹമീർ. ഏറ്റവും വെറുക്കപ്പെട്ടത് ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണെന്ന് പറയുന്നിടത്ത് ശബ്ദങ്ങളുടെ ഒരു ആഘോഷമായി നീ മാറരുത്. മറിച്ച് മിതമായ ശബ്ദം, മിതമായ നടത്തം, മിതമായൊരു ജീവിതം, അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മാനർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ ലുഖ്മാൻ റഹിമഹുല്ലാഹി തങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു മാനർ നിനക്കുണ്ടാവണം. നിന്റെ വിദ്യാഭ്യാസവും അങ്ങനെ തന്നെ ആകണം. നല്ല വാപ്പുണ്ടാകണം എന്ന് നമ്മൾ മാത്രം പറഞ്ഞതല്ല. ആധുനിക ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ അപഗ്രഥനം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്. നല്ല വാപ്പയുണ്ടാവണം, നല്ല ഉമ്മയുണ്ടാവണം. കുടുംബം തകർത്തിട്ട് കുടുംബം വേണ്ടാന്നൊക്കെ പറയുന്ന ഈ പുതിയ വാദങ്ങളൊക്കെ വരുന്ന ഒരു കാലത്ത് നിന്ന് ആലോചിക്കണം. അമേരിക്കയിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണ്, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക. ഫാദർലെസ് അമേരിക്ക കോൺഫ്രണ്ടിങ് അവർ മോസ്റ്റ് അർജൻറ്റ് സ്പെഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പ്രഗത്ഭനായൊരു സൈക്കോളജിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ 20th century, 20ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭകാലം, പറ്റേണൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ബിക്കം ദ മേജർ കോസ് ഓഫ് ഡിക്ലൈൻ ഇൻ ചൈൽഡ് വെൽ ബീയിങ്. കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതിലെ ഒരു പ്രധാന കാര്യം രക്ഷകർത്തൃത്വമില്ലാതെ പോയി എന്നുള്ളതാണ്. രക്ഷകർത്തൃത്വം അതുണ്ടാക്കിയെടുത്ത കുഴപ്പങ്ങളോ ദ അണ്ടർലൈങ് സോഴ്സ് ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പ്രോബ്ലംസ്. അതുണ്ടാക്കിയെടുത്തത് നമ്മുടെ സമൂഹത്തിലെ വലിയ കുഴപ്പങ്ങൾക്കത് പ്രധാന കാരണമായി മാറി. എസ്പെഷ്യലി ദോസ് റൂട്ടഡ് ഇൻ വയലൻസ്.
അമേരിക്കയിലെ വയലൻസിനെ കുറിച്ചാണ് അദ്ദേഹം അത് അങ്ങനെ സൂചിപ്പിച്ചത്. അമേരിക്കയിലെ കൊള്ള, അമേരിക്കയിലെ കൊലപാതകങ്ങൾ, അമേരിക്കയിലെ അധാർമികമായ ജീവിതങ്ങൾ, അതിൻ്റെ പ്രധാന കാരണം എന്താ? അതിനെ പ്രധാന കാരണം എന്ന് പറയുന്നത് രക്ഷകർത്തൃത്വം ഇല്ലാതെ പോയി എന്നാണ്. നല്ല രക്ഷാധികാരിയില്ല, നല്ല വാപ്പയില്ല, നല്ല ഉമ്മയില്ല, അതൊക്കെ പ്രശ്നമാണ്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലക്കാലാണ് ഇസ്ലാമിൻ്റെ പ്രബോധനം ഏറ്റെടുത്തത്. ആ വാപ്പ മകനെ വിളിക്കുമ്പോൾ ആ മകൻ ഈ വാപ്പയെ കേൾക്കാതെ പോകുമ്പോൾ പരാതി പടച്ച തമ്പുരാനോട് പറയുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, നൂഹേ അതാലോചിച്ചിട്ട് കാര്യമില്ല, സംസ്കാരം കൊടുക്കേണ്ട നേരത്ത് കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ വാപ്പത്ര വലിയ ആളായാലും ആ വാപ്പയുടെ മകനാണ് എന്ന് പറയാൻ ഇവന് യോഗ്യതയില്ലാതെ പോകും എന്നാണ്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക്കാന്ന്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ആ വാപ്പയുടെ മകനാകണം എന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാതെ പോകും. എന്താ അതിനു കാരണം? അതിനും പ്രധാന കാരണം നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരാണ്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെയും സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. അവർ രണ്ടുപേരും സത്യനിഷേധത്തിൻ്റെ ഉദാഹരണങ്ങളാണ്, സത്യനിഷേധികളുടെ ഉദാഹരണങ്ങളാണ്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്തിൻ്റെയും നൂഹിൻ്റെയും ഭാര്യമാർ അലൈഹിമുസ്സലാം, ആ രണ്ട് മഹാപ്രവാചകന്മാരുടെ ഭാര്യമാരെ കുറിച്ചാണ്. കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, അവർ നമ്മുടെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരുടെ കീഴിൽ ജീവിച്ചവരാണ്. അവരുടെ കുടുംബിനികളായിരുന്നു. പക്ഷേ ഫഖാനത്താഹുമ, അവരെ വഞ്ചിച്ചു. അവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ അവരുടെ കുടുംബിനികൾ. എന്നിട്ടോ ആ കുടുംബത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നന്മയോ എന്തെങ്കിലും ലാഭമോ അവർക്ക് കിട്ടിയോ? അങ്ങനെ കിട്ടിയില്ല. അവർ രണ്ടുപേരും നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഖീല ലഹുമ ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, ഇരുവരോടും പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, നരകത്തിലേക്ക് പ്രവേശിതരാകുന്നവരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയും എന്ന് ഖുർആൻ പറയുമ്പോൾ ആ രണ്ട് സ്ത്രീകളെയും ഉദാഹരിച്ചു തരുന്നിടത്ത് നമ്മൾ കാണേണ്ടത് ആ സ്ത്രീകൾക്ക് തൻ്റെ മക്കളെ പിഴപ്പിക്കാനല്ലാതെ ആ മക്കൾക്ക് സംസ്കാരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതേസമയം ഫറോവയുടെ ഭാര്യയായി, എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായൊരു ജീവിത സൗന്ദര്യത്തിൻ്റെ പേരായി, ഒരു അജുംബിത പുഷ്പമായി, ഒരു അനാകൃത പുഷ്പമായി ജീവിച്ച ഒരു മഹിളാമണിയുണ്ട്. അത് ഫറോവയുടെ തന്നെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു തആല അൻഹയാണ്. ഭീകരനായിരുന്നൊരു ചക്രവർത്തിയുടെ കീഴിൽ ജീവിക്കാൻ. പക്ഷേ ആ സ്ത്രീയുടെ മടിത്തട്ടിൽ മറ്റൊരാൾ വളരുന്നുണ്ട്. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ട് മാതാവിൽ നിന്ന് പിന്നെ ആ കുഞ്ഞ് കൊണ്ടുവരപ്പെടുന്നത് നേരെ കൊട്ടാരത്തിലേക്കാണ്. കൊട്ടാരത്തിൽ രാജ്ഞി തന്നെ വളർത്താൻ, രാജ്ഞി സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരാൻ ആ കുഞ്ഞിൻ്റെ പേരാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. നമ്മൾ ആലോചിച്ച് നോക്കണം, ഉമ്മയുടെ സ്വാധീനത്തിൻ്റെ വലിപ്പം നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ പ്രയോഗത്തിലേക്ക് നോക്കാനാണ്. നിങ്ങളുടെ ഈ മക്കളും സമ്പത്തും ദുരിതമാകാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ ഒരു ഉത്തരവാദിത്തമാണെന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും വേണം. അവരെ പഠിപ്പിക്കണം, അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം. SSLC കഴിഞ്ഞു, വലിയ മിടുക്കന്മാരായി ജയിച്ചു, ഇനി മക്കളെ കൊണ്ടുപോയി മതത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഒരു ചാരത്തേക്കും പോകണ്ട, അവനെ മറ്റൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ എഞ്ചിനീയറോ ഡോക്ടറോ മറ്റോ ആകാം. ഞാൻ അതിനെ ഒന്നും കുറ്റം പറയല്ല. അതൊക്കെ ആകണമെന്ന് വിശ്വസിക്കുകയും പറയുകയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതുമാത്രമായാൽ, അതുമാത്രമാകുന്നൊരു സാഹചര്യത്തിലൂടെയാണ് മക്കൾ വളരുന്നതെങ്കിൽ ഒടുക്കം എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കെന്തു ചെയ്യാനുണ്ട് എന്ന ചോദ്യം ഒരു പിതാവ് ചോദിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഈ മക്കൾ തന്നെ ഉണ്ടാക്കുന്ന കാലം വിദൂരമല്ലെന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് മതബോധം കൊണ്ട് കൊടുക്കണം. ചെറുപ്പക്കാരെ, മതബോധമുള്ള നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ മറ്റോ ആകുന്നതിന് ആർക്കാ തടസ്സം? മതബോധവും അവനവൻ്റെ പാരമ്പര്യവും ഉണ്ടാകണം. പ്രഗത്ഭനായ മോർഗൻ എന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ദ ലോസ്റ്റ് ഹിസ്റ്ററി. അതിൽ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഇൻഫോസിസ് എന്ന കമ്പനിയിലെ ഒരു പ്രഗത്ഭയായ ഒരു ഉപദേഷ്ടാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊരു മുസ്ലിം സ്ത്രീയാണ്, ഏതോ വിദേശ സർവകലാശാലയിൽ പഠിച്ചു വന്ന സ്ത്രീയാണ്. പക്ഷേ അവർക്ക് ഇസ്ലാമിക സംസ്കാരവുമായി ഒരു ബന്ധമില്ല. പക്ഷേ അവർക്ക് അവസാനം അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അൽഗോരിതം
അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അൽഗോരിതത്തിൻ്റെ ഉപജ്ഞാതാവിനെ തെരഞ്ഞ് അവരവരുടെ ലൈബ്രറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു അറബിയുടെ ചിത്രമുള്ള പുസ്തകമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മഹാനായ മുഹമ്മദ് മുസൽ ഖവാരിസിമിയാണ് അൽഗോരിതത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെയും ജീവിതത്തെയും പഠിക്കുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ജോൺ മിഖായൽ മോർഗൻ എന്ന പ്രഗത്ഭനായ ചരിത്രകാരൻ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ ലോസ്റ്റ് ഹിസ്റ്ററി എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഷീ ഹാസ് ലോസ്റ്റ് ഹെർ ഓൺ ഹിസ്റ്ററി. അവൾക്ക് അവളുടെ സ്വന്തം ചരിത്രമാണ് മറന്നു പോകേണ്ടി വന്നത്, നഷ്ടപ്പെട്ടു പോയത്. സ്വന്തം ചരിത്രം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ദുരന്തം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് അവനവൻ്റെ ചരിത്രം മറന്നുപോകുന്ന, അവനവൻ്റെ സംസ്കാരം മറന്നുപോകുന്ന, അവനവൻ്റെ ജീവിതത്തെ മറന്നുപോകുന്ന, ഒടുക്കം ദുരന്തങ്ങളുടെ മഹാപർവങ്ങൾക്ക് മുമ്പിൽ അന്തിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു ജനതയാകാതിരിക്കാൻ നമുക്ക് വേണ്ടത് മതബോധമുള്ള ഒരു സംസ്കാരത്തെ വളർത്തുക എന്നതാണ്. പഠിക്കട്ടെ, നമ്മുടെ മക്കൾ പഠിക്കട്ടെ. ഇവിടെ ഇതാ ഈ മക്കളും പഠിക്കുന്നുണ്ട്. അവരൊക്കെ ഇന്നിപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ നിന്ന് പഠിച്ച് പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന വിധം അങ്ങനെയൊക്കെ വിപുലമായ തലത്തിൽ ഈ കുട്ടികൾ പഠിക്കുന്നു. അവർ ഡിഗ്രി കഴിയുന്നു, PG കഴിയുന്നു. അവർക്ക് മറ്റിതര ഭാഷകളിൽ പലപ്പോഴും ചിലപ്പോൾ ഒരു അക്കാദമികമായിട്ടുള്ള ക്യാമ്പസുകളിലേക്ക് മാത്രം പോയാൽ അവർക്ക് മറ്റു ഭാഷയിലൊന്നും പ്രസംഗിക്കാൻ പോലും കഴിയില്ല, എഴുതാൻ കഴിയില്ല. ഞാൻ ഇന്ന് ഈ 2 ദിവസം മുമ്പ് അവർ ഇറക്കിയ മാഗസിൻ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നി. അത്ഭുതം മാത്രമല്ല, ചാരിതാർത്ഥ്യവും തോന്നി. കാരണം ഇതൊന്നും വെറുതെയായില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി. അത്ര മനോഹരമായ മാഗസിൻ, അത്ര മനോഹരമായ ആശയങ്ങൾ, അത് പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് അസാസിലെ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ അതെനിക്ക് വല്ലാത്ത ചാരിതാർത്ഥ്യം തോന്നുന്നു. അൽഹംദുലില്ലാ, ഉണർന്ന് വളരെ ഉയരങ്ങളിലേക്ക് പറക്കാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് കൊടുക്കട്ടെ. അതുകൊണ്ട് നല്ല സംസ്കാരം, നല്ല മതബോധം, അത് വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുകയാകുക എന്നത് പ്രധാനമാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മളെ ഏവരെയും സ്വീകരിക്കട്ടെ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായി വളർത്തട്ടെ. ഒടുക്കം അവർ നമ്മുടെ ഖബറിൻ്റെ മുമ്പിൽ വന്നു നിന്ന് കരയുന്ന മക്കളാക്കി, അല്ലാഹുമ്മ ഗഫിർലി അബി എന്ന് പറയുന്ന മക്കളാക്കി, അവരെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ, സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കി വളർത്തട്ടെ. അസാസിലെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അർഹമുർ-റഹീമീനായ റബ്ബേ, അവരെല്ലാം അവരുടെ 2 ലോകത്തെയും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. പ്രവാസ ലോകത്തും ഇവിടെയും അങ്ങനെയുള്ള ഒരുപാട് സഹോദരന്മാർ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നാഥൻ അവരെ സ്വീകരിക്കട്ടെ. അതുപോലെ MICയുടെ മാനേജറായ അനീസ് സാഹിബിൻ്റെ ഭാര്യ വെൻറ്റിലേറ്ററിലാണ്. അള്ളാഹുവേ, ആ സഹോദരിക്ക് നീ ആയുസ്സും ആഫിയത്തും ആരോഗ്യവും ദീർഘമായി കൊടുക്കണേ അള്ളാഹ്. അദ്ദേഹം അനുഭവിക്കുന്ന വേദനയിൽ അർഹമുർ-റഹീമീനായ റബ്ബേ പെട്ടെന്ന് ശാന്തമാവുന്ന വിധം അള്ളാഹുവേ, ആ പ്രിയതമക്ക് എല്ലാ നിലക്കും ആരോഗ്യവും ആഫിയത്തും തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. സലാമത്ത് നൽകണേ തമ്പുരാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.